ഏകദേശം 2 ആഴ്ചയ്ക്ക് മുൻപ് എല്ലാവരെയും ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു യുവനടിയുടെ മരണം. അതും ഹൃദയാഘാതം. നടി ലക്ഷ്മിക സജീവന്റെ മരണം തന്നെയായിരുന്നു എല്ലാവരെയും ഞെട്ടിച്ചത്. മലയാള സിനിമാ താരം ലക്ഷ്മിക സജീവൻ അന്തരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു എന്ന വാർത്തയും ഏറെ അന്ന് എല്ലാവരും ഞെട്ടിച്ചൊരു വാർത്തയാണ്. ഇതാ 2 ആഴ്ചകൾക്ക് ശേഷം ലക്ഷ്മികയുടെ മൃതശരീരം ലഭിച്ചിരിക്കുകയാണ്. ചുവന്ന പൊട്ട് തൊട്ട് ലിപ്സ്റ്റിക് ഇട്ട് ലക്ഷ്മിക അണിഞ്ഞൊരുങ്ങി ചേതനേറ്റ മൃതദേഹമായി ഇപ്പോൾ വീട്ടുമുറ്റത്തെത്തിക്കഴിഞ്ഞു. സിനിമാ സീരിയൽ താരങ്ങളും ഇതുപോലെ ആരാധകരും ലക്ഷ്മികയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിക്കഴിഞ്ഞു. 14 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ ലക്ഷ്മികയുടെ മൃതദേഹം വീട്ടിലെത്തിയത്. മകളുടെ മൃതദേഹം എത്തിയ ഉടനെ തന്നെ ഒന്ന് കാണാൻ പോലും നിൽക്കാതെ പൊട്ടിക്കരയുന്ന അമ്മയുടെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി പേരാണ് ഇപ്പോൾ ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ ഈ വീഡിയോയെക്കുറിച്ച് പറയുന്നതും. ഷാർജയിൽ വെച്ചായിരുന്നു മരണം സംഭവിച്ചത്. കൊച്ചി പള്ളുരുത്തി കച്ചേരിപ്പടി വാഴവേലിൽ വീട്ടിൽ സജീവന്റെ ലിമിറ്റയുടെ മകളാണ് താരം. ലക്ഷ്മിക ഷാർജയിൽ ഒരു ബാങ്കിൽ ജോലി ചെയ്തു വരികയായിരുന്നു. കാക്ക എന്ന ഷോർട്ട് ഫിലിമിലൂടെ ലക്ഷ്മിക ശ്രദ്ധ നേടി. ആ ഷോർട്ട് ഫിലിം തന്നെയാണ് ലക്ഷ്മികയ്ക്ക് തൻ്റെതായ സ്ഥാനം എല്ലായിടത്തും നേടിക്കൊടുത്തത്. ഇതിന് അഭിനയത്തിന് ലക്ഷ്മികയ്ക്ക് പ്രേക്ഷക പ്രശംസ ഒരുപാട് നേടിയിരുന്നു. മാറ്റി നിർത്തപ്പെടുന്നവരുടെ അതിജീവനത്തിന്റെ കഥയായിരുന്നു കാക്കയിലൂടെ പറയുന്നത്. ഇതിൽ പഞ്ചമി എന്ന കഥാപാത്രത്തെയായിരുന്നു ലക്ഷ്മി അവതരിപ്പിച്ചത്. കൂടാതെ നിരവധി മലയാള സിനിമകളിലും ലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട്. പഞ്ചവർണ്ണത്തത്ത, സൗദി വെള്ളയ്ക്ക, ഒരു യമണ്ടൻ പ്രേമകഥ, പുഴയമ്മ, ഉയരെ, ഒരു കുട്ടനാടൻ ബ്ലോഗ്, നിത്യഹരിത നായകൻ തുടങ്ങിയ ചിത്രങ്ങളിലാണ് ലക്ഷ്മി അഭിനയിച്ചത്. ഇതിനെല്ലാം തന്നെ ചെറിയ വേഷങ്ങളാണെങ്കിലും ചെയ്തതെല്ലാം മികച്ച വേഷങ്ങളും മികച്ച സിനിമകളും തന്നെയായിരുന്നു. അതുകൊണ്ടാണ് നടി ലക്ഷ്മിക സജീവൻ മരിച്ചപ്പോൾ അതെല്ലാവരും ഞെട്ടിച്ചതെന്നും പറയാം. കാക്ക എന്ന ഷോർട്ട് ഫിലിമും ഇത്തരത്തിൽ കറുത്ത പെൺകുട്ടികളുടെ ജീവിതം പറയുന്ന സിനിമയാണ്. പെൺകുട്ടികളുടെ ഇടയിൽ ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കി അങ്ങനെ പോയ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു സിനിമയായിരുന്നു ലക്ഷ്മിക ചെയ്തത്. അതിനൊരുപാട് പ്രശംസ നേടാൻ ലക്ഷ്മികയുടെ കഥാപാത്രത്തിന് സാധിച്ചു. ഒരു വലിയ മേക്ക് ഓവർ തന്നെയാണ് ആ സിനിമയ്ക്ക് വേണ്ടി താരം ചെയ്തതും. അതും പ്രേക്ഷകരുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്ത തന്നെയായി മാറുന്നു നടി ലക്ഷ്മിക സജീവൻ അന്തരിച്ച വാർത്ത. 2 ആഴ്ചയ്ക്ക് ശേഷമാണ് മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഷാർജയിലെ എല്ലാ നിയമപ്രകാരവും നാട്ടിലേക്ക് എത്തിച്ചത്. അവിടുന്ന് നാട്ടിലേക്ക് എത്തിക്കാൻ ഒരാഴ്ചയാകുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും 2 ആഴ്ച വരെ നീങ്ങുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഇത്രയും നാളും ബന്ധുക്കളും ലക്ഷ്മികയുടെ മൃതദേഹത്തെ കാത്ത് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് എങ്ങനെ ആശ്വസിക്കണമെന്നും എങ്ങനെ ആളുകളോട് സംസാരിക്കണമെന്നും അറിയാത്ത നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. ആരോട് കണ്ടാലും സംസാരിക്കാനോ ചിരിക്കാനോ പറ്റിയ അവസ്ഥയല്ല. ഈ ഒരു ചെറിയ പ്രായത്തിൽ ഹൃദയാഘാതം വന്നു എന്നത് വിശ്വസിക്കാനാകാത്തൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ആ ഒരു പ്രായത്തിൽ ഇനിയും സ്വപ്നങ്ങൾ ബാക്കിയാക്കി തൻ്റെ മകൾ പോയി എന്ന് ആ അമ്മയ്ക്ക് വിശ്വസിക്കാൻ പോലും ആയിട്ടില്ല. അത്രമേൽ ദുഃഖത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ അമ്മയുടെ കണ്ണുനീരിങ്ങനെ പൊഴിയുന്നതും. മകളെ എന്ന് വിളിച്ച് ഉറക്കെ കരയുകയാണ്. മകളുടെ മുഖം നോക്കി കരയാൻ പോലും ആ അമ്മയ്ക്ക് പറ്റുന്നില്ല. മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.